നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, so for that we are considering a case where the potential energy is constant. Potential energy constant ആണ്, അതിൻ്റെ വാല്യൂ u0 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇത് വെച്ച് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്കറിയാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് u of x into psi of x is equal to e into psi of x. ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ u of x എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് u0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇറ്റ് ഈസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഞാൻ ഈ യു ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ u0 എന്ന് കൊടുക്കും. ആൻഡ് കൊടുത്തിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ഐ വിൽ ഹാവ് ഇ മൈനസ് u0 ഇൻറ്റു സൈ ഓഫ് എക്സ് എന്നുണ്ടാവും അല്ലേ? ഇ മൈനസ് u0 ഇൻറ്റു സൈ ഓഫ് എക്സ്. ഓർ ഐ ക്യാൻ റൈറ്റ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ is equal to minus 2m by h cross square e minus u0 into psi of x എന്നുണ്ടാവും. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു, അതിനകത്ത് പൊട്ടൻഷ്യലിൻ്റെ പ്ലേസിൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ u0 കൊടുത്തു. ദെൻ ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലിൻ്റെ കേസിൽ വി ഹാവ് ഇറ്റ് ആസ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് u0 ഇൻറ്റു സൈ ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ? ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കാം. ലെറ്റ് us കൺസിഡർ ദ കേസ് വെൻ ഇ ഈസ് ഗ്രേറ്റർ ദാൻ u0. നമ്മുടെ പാർട്ടിക്കിളിൻ്റെ എനർജി പൊട്ടൻഷ്യൽ എനർജീനേക്കാളും കൂടുതൽ വരുന്ന കേസ് എടുക്കാം. സോ ആ കേസിൽ നമ്മുടെ ഈ ഇക്വേഷനെ നമ്മൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ ഓഫ് എക്സ് എന്ന് എഴുതും. വേർ കെ സ്ക്വയർ എന്താണ്? കെ സ്ക്വയർ ഇസ് k square is nothing but 2m by h cross into e minus u0. ഓക്കെ, ഈ ഒരു ഫാക്ടറിനാണ് നമ്മൾ കെ സ്ക്വയർ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഫോർ ദ കേസ് ഇ ഗ്രേറ്റർ ദാൻ u0 we have the equation as d square psi by dx square equal to minus k square psi of x. സോ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലിൽ ഇ ഗ്രേറ്റർ ദാൻ u0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ വേവ് ഫംഗ്ഷൻ, നമ്മുടെ ആ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ഒരു രീതിയിൽ, അതായത് ഇപ്പം സൈ ആണല്ലോ നമ്മുടെ സൊല്യൂഷൻ. ഈ സൈ എന്ന് പറയുന്ന ആളെ നമ്മൾ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് സം കോൺസ്റ്റൻറ്റ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് അല്ലേ? മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് എന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം. അങ്ങനെ കിട്ടുന്ന വേവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കോസ് ആണെങ്കിൽ കിട്ടും, അതുപോലെ സൈൻ ആണെങ്കിൽ കിട്ടും. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മുന്നേ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. സോ കോസിൻ്റെ ടേമിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും, അതുപോലെ സൈനിൻ്റെ ടേമിലാണെങ്കിലും കിട്ടും. സോ അതുകൊണ്ട് ഇൻ ജനറൽ വി ആർ റൈറ്റിംഗ് ദ സൊല്യൂഷൻ ഈസ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് കെ എക്സ് പ്ലസ് ബി സൈൻ കെ എക്സ്.
a cos kx plus b sin kx. Okay, so E greater than 0, sorry, E greater than u naught, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലിൽ E greater than u naught എന്ന് പറയുന്ന കേസിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് വരുന്നത് d square psi by dx square is equal to minus k square psi എന്നാണ്. And we have the solution as psi of x is equal to a sin kx plus b cos kx or a cos kx plus b sin kx ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ആൻഡ് ഈ ഒരു കോൺസ്റ്റൻസ് എ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ, അതായത് കണ്ടിന്യൂറ്റി കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ, ആ കണ്ടീഷൻസും അതുപോലെ തന്നെ നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ കെ എന്തായിരുന്നു? കെ ഇസ് നത്തിങ് ബട്ട് റൂട്ട് 2m by h cross square e minus u naught അല്ലേ, ഇതായിരുന്നു നമ്മുടെ കെ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ കെ എന്ന് പറയുന്നത് നമ്മുടെ വേവ് നമ്പർ, അതായത് 2π/λ എന്ന് പറയുന്ന വേവ് നമ്പർ തന്നെയാണ്. കാരണം നമുക്കിവിടെ 2m ഇൻറ്റു ഇ മൈനസ് യു നോട്ട് ഉണ്ട്. റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് യു നോട്ട്. ഇ മൈനസ് യു നോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കൈനറ്റിക് എനർജിയാണ് അല്ലേ. ഇ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ എനർജിയാണ്, യു നോട്ട് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇ മൈനസ് യു നോട്ട് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഇൻറ്റു 2m ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? പി സ്ക്വയർ ആണ് അല്ലേ, കാരണം പി സ്ക്വയർ ബൈ 2m ആണ് കൈനറ്റിക് എനർജി. സോ ദിസ് ഇസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ 2π/λ എന്ന് പറയുന്ന നമ്മുടെ വേവ് നമ്പർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ലെസ് ദാൻ 0 എന്ന് പറയുന്ന കേസാണെങ്കിൽ, ഈ ലെസ് ദാൻ 0 എന്ന് പറയുന്ന കേസാണെങ്കിൽ നമ്മുടെ ആ ഇക്വേഷനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square psi by dx square എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരുന്നത് ഇറ്റ് ഇസ് മൈനസ് 2m by h cross square ഇൻറ്റു ഇ മൈനസ് യു നോട്ട് ആയിരുന്നു അല്ലേ, ഇൻറ്റു psi ഓഫ് എക്സ്. നമ്മുടെ ഈ ലെസ് ദാൻ യു നോട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫാക്ടർ എപ്പോഴും പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫാക്ടർ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യണം. സോ അങ്ങനെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇ മൈനസ് യു നോട്ട്, ഈ ലെസ് ദാൻ യു നോട്ട് കേസിൽ ഇ മൈനസ് യു നോട്ട് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. സോ നമ്മൾ അത് മാറ്റി എഴുതണമെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദിസ് ആസ് 2m by h cross square ഇൻറ്റു യു മൈനസ് ഇ എന്ന് എഴുതണം അല്ലേ, യു മൈനസ് ഇ ഇൻറ്റു സൈ ഓഫ് എക്സ്. അപ്പോഴേ ഈ ഒരു ടേം എന്താവുന്നുള്ളൂ? പോസിറ്റീവ് ആവുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇക്വേഷനിൽ ആസ് പെർ ദ ഇക്വേഷൻ നമുക്ക് ഇ മൈനസ് യു നോട്ട് മൈനസ് ഇ മൈനസ് യു നോട്ട് എന്നാണുള്ളത്. പക്ഷേ നമുക്ക് ഇ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഈ ഒരു ടേം പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? അതിനെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു. ആ നെഗറ്റീവും ഇവിടെ ഓൾറെഡി ഉള്ള നെഗറ്റീവും കൂടെ എന്തായി? പോസിറ്റീവായി. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ ഇക്വേഷന് നമ്മൾ d square psi by dx square equal to k dash എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. k dash square ഇൻറ്റു psi ഓഫ് എക്സ്. ഒരു k dash എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൂട്ട് 2m by h cross square ഇൻറ്റു യു നോട്ട് മൈനസ് ഇ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഇക്വേഷനിൽ വന്ന ആ ഫാക്ടർ, അതിന് നമ്മൾ k dash എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ വേവ് ഫംഗ്ഷനെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം കോൺസ്റ്റൻറ്റ് k dash സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് എന്ന് കിട്ടണം. സോ ഇതിൻ്റെ കേസിൽ നമ്മുടെ സൊല്യൂഷൻ വരിക എക്സ്പൊണൻഷ്യൽ ഫോമുല ആയിരിക്കും. സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു കെ എക്സ്, എ ഇ റേസ് ടു കെ ഡാഷ് എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് കെ ഡാഷ് എക്സ്. ഈ ഫോമുല ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരിക. അപ്പം നിങ്ങൾക്കൊരു വർക്ക് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 കേസിലും ഇപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് സൊല്യൂഷൻ എഴുതുക ചെയ്തത് അല്ലേ, d square psi by dx square equal to minus k square psi എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ ഇതാണെന്നും അതുപോലെ ഇയാളുടെ സൊല്യൂഷൻ ഇതാണെന്നും നമ്മൾ ഡയറക്റ്റ് എഴുതുകയാണ് ചെയ്തത്. അത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സൊല്യൂഷൻ എടുത്തിട്ട്
അത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കുക. ഇതിൻ്റെ കേസിലും അതുപോലെ തന്നെ. ഓക്കെ, ഇതിൻ്റെ കേസിലും ഈ ഒരു സൊല്യൂഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആ രണ്ട് കേസസ് പറഞ്ഞു. അതായത് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഈ ലെസ് ദാൻ 0 വരുമ്പോഴും അതുപോലെ ഈ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴുമുള്ള വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കാം. ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറയാം അല്ലേ? പൊട്ടൻഷ്യൽ 0 ആണ്. ബിക്കോസ് ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടാണ് എടുക്കുക ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ. അങ്ങനെ എടുക്കുമ്പം നമ്മുടെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് ഈ ഒരു സൊല്യൂഷൻ സൈന് വരുന്ന ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് എടുക്കാം. അതിനകത്ത് ഈ കെ എന്ന് പറയുന്നതിൽ യു നോട്ടിന് എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജിക്കാണ് ചെയ്തത്. സോ നമ്മുടെ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിലും നമുക്ക് എന്താണ്? കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജിയാണ് വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഇ നോട്ട് 0 യു നോട്ട് 0 ആയിരിക്കും. ദാറ്റ് ഈസ് അവർ കെ വിൽ ബി 2me/h². ഓക്കെ, √2me/h² ആയിരിക്കും. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ എടുക്കുമ്പം വി വിൽ ഹാവ് ദ എനർജി എന്ത് വരും? നമുക്ക് h² k²/2m എന്ന് വരും. കാരണം നമുക്ക് കെ വരുന്നത് എന്താണ്? കെ ഈസ് √2me/h² ആണ്. സോ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് h² k²/2m ആണ് നമുക്ക് എനർജി ഇ ആയിട്ട് കിട്ടുക. നമ്മളത് ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിലെ എനർജി അതാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ആ ഒരു സൊല്യൂഷൻ നമ്മൾ എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ, അതിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു നോർമലൈസേഷൻ ചെയ്തിട്ട് ആ ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സൈൻ കെ എക്സ് കോസ് കെ എക്സ് അതിനെ നമുക്ക് ഈ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. e⁻⁻⁴ പ്ലസ് e⁻−ikx/2 ആണ് ആര്? കോസ് കെ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ സൈൻ കെ എക്സ് എന്ന് പറയുന്നത് e⁻⁻⁻ikx−e⁻−ikx/2i ആണ് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഇവിടെ സൈൻ കെ എക്സിനും കോസ് കെ എക്സിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ e⁻ikx വരുന്ന ടേം ഒരുമിച്ച് എഴുതുക. അതുപോലെ e⁻−ikx വരുന്ന ടേം ഒരുമിച്ച് എഴുതുക. എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ a' e⁻ikx പ്ലസ് b' e⁻−ikx എന്ന് എഴുതാൻ പറ്റും. അവിടെ a' എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. അതുപോലെ b' ഈ ഒരു ഫോമിലാണ് കിട്ടുക. ഓക്കെ, അതായത് e⁻ikx കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ അവിടെ ബാക്കി ആരുണ്ടാവുക? a/2i ആണ് ഇവിടുന്ന് വരിക. ആൻഡ് ഇവിടെ ആരാ വരിക? b/2 ആണ് വരിക അല്ലേ? a/2i പ്ലസ് b/2 അതിനെയാണ് നമ്മൾ a' എന്ന് എഴുതിയത്. അതുപോലെ സെക്കൻഡ് കേസിൽ നമുക്ക് -a/2i പ്ലസ് b/2 ആണ് വരിക. അതിനെയാണ് നമ്മൾ b' എന്ന് എഴുതിയത്. ഓക്കെ, സോ നമുക്ക് ആ വേവ് ഫംഗ്ഷനെ ഈ ഒരു ഫോമിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് മാത്രമല്ല ടൈമിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ എഴുതണം. അതായത് നമ്മൾ ψ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ്. അത് നമ്മൾ പൊസിഷൻ ഡിപ്പെൻഡൻസും അതുപോലെ ടൈം ഡിപ്പെൻഡൻസും കൂടെ പറയുകയാണെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ψ ഓഫ് എക്സ് പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ ഇൻറ്റു e⁻⁻iωt. ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടൈമിനനുസരിച്ചുള്ള വേവ് ഫംഗ്ഷനിലുള്ള വേരിയേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വേവ് ഫംഗ്ഷനെ ആ ഒരു വേവ് ഫംഗ്ഷനെ ടൈം ഡിപ്പെൻഡൻസും കൂടെ കാണിക്കാൻ വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ e⁻−iωt. e⁻−iωt വെച്ചിട്ട് നമുക്കിതിനെ കാണിക്കാം. പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സോ ആ e⁻−iωt നമ്മൾ രണ്ട് ടേമിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ രണ്ട് ടേമിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിൽ എഴുതാനായിട്ട് പറ്റും. ഈസി ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇതിൽ ഈ kx−ωt എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവിനെയും അതുപോലെ kx+ωt എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവിനെയും ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ കാണുമെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്കറിയാം എന്താണ്, സൈ സ്റ്റാർ സൈ ആണ്. സൈ സ്റ്റാർ സൈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്രൈം സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള വേവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് 0 എന്ന് എടുക്കാം അല്ലേ. പോസിറ്റീവ് എക്സിലുള്ള വേവ് എന്ന് പറയുമ്പോൾ ഏതാ വരിക, എ പ്രൈം ഇ റൈസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ആ വേവ് ഫംഗ്ഷൻ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് എ പ്രൈം സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് ഒന്നും വേരി ചെയ്യുന്നില്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടും. പ്രോബബിലിറ്റി ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് നമ്മുടെ പാർട്ടിക്കിൾസിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സ് ആക്സിസിൽ എവിടെ വേണമെങ്കിലും കാണാനുള്ള പ്രോബബിലിറ്റി ഈസ് ഈക്വലി ലൈക്ലി. ഓക്കെ, അതായത് ഈ പാർട്ടിക്കിളിന് ആ എക്സ് ആക്സിസിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കാണാം എന്നുള്ളതാണ്. കാരണം പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദ പാർട്ടിക്കിൾസ് ആർ ഈക്വലി ലൈക്ലി ടു ബി ഫൗണ്ട് എനിവെയർ അലോങ് ദ എക്സ് ആക്സിസ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ബിക്കോസ് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ്. നിങ്ങളതൊക്കെ നോട്ടിൽ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ.